അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകമേ, ഈ വേദനയോളം സാന്ദ്രമായി മറ്റെന്തുണ്ട് ഭൂമിയിൽ? ദ സ്മാലസ്റ്റ് കോഫിൻസ് ആർ ദ ഹെവിയസ്റ്റ്. നിങ്ങൾ വായിച്ചോ കേട്ടോ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായോ? ഫാദി ഖാലിദ് അൽ ബാബ എന്ന ഗസ്സക്കാരൻ്റെ കണ്ണുകളിലൂർന്ന ചുടുരക്തം. വിവാഹിതനായി കുഞ്ഞുങ്ങളുണ്ടാവാതെ 16 നീണ്ട നവവത്സരങ്ങൾക്കൊടുവിലാണ് ഗസ്സക്കാരൻ ഫാദി ഖാലിദിനും ഭാര്യ വഫ സുവൈറഗിക്കും കഴിഞ്ഞ സെപ്റ്റംബർ 7-ന് 4 പൂമട്ടുകളെ ഈശ്വരൻ വരദാനമായി നൽകുന്നത്. ഒരു പെൺകുഞ്ഞും 3 ആൺകുഞ്ഞുങ്ങളും. മഹാ, ഖാലിദ്, അബ്ദുൽ ഖാലിദ്, മഹ്മൂദ് എന്നിങ്ങനെ പേരിട്ടു വിളിച്ച ആ 4 പൂമട്ടുകളെ ഇസ്രായേൽ അധിനിവേശപ്പട കഴിഞ്ഞ ദിവസം അവരുടെ കിളിക്കൂട് പോലുള്ള വീടിനൊപ്പം ബോംബിട്ട് നിഷ്കരുണം കരിച്ചു കളഞ്ഞു. ഭാര്യയെയും 4 മക്കളെയും നഷ്ടപ്പെട്ട ഫാദി ഖാലിദിൻ്റെ കണ്ണുനീർ ഇന്ന് ഈ ലോകത്തിൻ്റെ സമാനതകളില്ലാത്ത വേദനയുടെ സാന്ദ്രതയാവുകയാണ്. 1.5 മാസം മാത്രം ആയുസ്സുണ്ടായിരുന്ന ആഹ്ലാദത്തിൻ്റെ അലകൾ, കുഞ്ഞു പുഞ്ചിരികൾ, തരളിതമായ വാത്സല്യത്തിൻ്റെ കനവുകൾ എല്ലാം ഒരു തീഗോളം വന്ന് വിഴുങ്ങി. കനൽക്കാറ്റിൽ വരണ്ട മണ്ണിൻ്റെ രക്തനനവുകളിലേക്ക് ഫാദി ഖാലിദ് 4 പൂമൊട്ടുകളെ ചേർത്തുവെച്ച് വേപതുവിൽ അലിഞ്ഞു. 16 ആണ്ടുകളുടെ കാത്തിരിപ്പിൽ കിട്ടിയ പൂക്കളെ നെഞ്ചോട് ചേർത്ത തൻ്റെ പ്രിയതമയുടെ നെറ്റിയിൽ അന്ത്യചുംബനം നൽകുമ്പോൾ ഇത്രമേൽ ഘനം തോന്നുന്ന വേറൊരു സാന്ദ്രവികാരം മറ്റെന്തുണ്ടാകും ലോകത്ത്? ഫാദി ഖാലിദിൻ്റെ ബന്ധു മാധ്യമങ്ങളോട് പറയുന്നു, കഴിഞ്ഞ കുറേ ആഴ്ചകളായി അവൻ കുഞ്ഞുങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. അവർക്കൊപ്പം വാത്സല്യത്തിൻ്റെ സ്നേഹക്കിടക്കറ ഒരുക്കി ഉറങ്ങി, അവർക്കൊപ്പം ഉണർന്നു, അവർക്കൊപ്പം ഉണ്ടു. ഫാദി ഖാലിദിൻ്റെ സഹധർമ്മിണി വഫ 1.5 പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ മാലാഖ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്താൽ ആഹ്ലാദവതിയായിരുന്നു. ഒരു ചിത്രശലഭം കണക്കെ ആ വീട്ടിൽ സ്നേഹപ്രപഞ്ചം തീർത്ത് അലിഞ്ഞ് ഉയരാവുന്ന അവൾ ഒരു ആർദ്രമായ കാഴ്ചയായിരുന്നു. പ്രിയ ഫാദി ഖാലിദ്, പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു കോണിലെ ഇന്ത്യ എന്ന രാജ്യത്തെ തെക്കേ അറ്റത്തെ ഈ ഒരു കുഞ്ഞു ഭൂമികയിലിരുന്ന് താങ്കളുടെ കണ്ണുനീർ അക്ഷരങ്ങളാക്കുമ്പോൾ വിറക്കുന്നുണ്ട് കൈകൾ, ഭാഷ ചലനമറ്റു പോകുന്നുണ്ട്, കീബോർഡ് മരവിക്കുന്നുണ്ട്. സഹോദര, സ്വാസ്ഥ്യം നേരുന്നു. ഗസ്സക്കും ലോകത്തിനും താങ്കളുടെ ശുഭകരമായ മാനസിക ആരോഗ്യത്തിനും. തിന്മകളുടെ കൗടില്യങ്ങളുടെ ആസുരമായ മണ്ണിൽ ഒരേ ലോകത്ത് ഒരേ കാലത്ത് പിറന്നു വീണതിന് മാപ്പ് സഹോദര, മാപ്പ്.